എല്ലാവർക്കും നമസ്കാരം. എക്സ് ആർമി മല്ലു വാര്യറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ലക്കിടി എന്നു പേരുള്ള ഒരു സ്ഥലത്തെ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹം, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹത്തിൻ്റെ പേര് കലക്കത്ത് ഭവൻ എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ഇവിടെ ഇപ്പോൾ ആരും താമസമില്ല, ഇവരുടെ ഫാമിലിയിലുള്ള ആരും താമസമില്ല. പക്ഷേ ഇവിടെ നോക്കി നടത്തുന്ന കുറച്ച് സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മാത്രം കാണും, ഓക്കെ? അപ്പോൾ നമുക്ക് വീടിൻ്റെ എൻട്രിയിലോട്ട് പോവാം. ഇതാണ് സുഹൃത്തുക്കളെ 400 വർഷം പഴക്കമുള്ള കുഞ്ചൻ കലക്കത്ത് ഭവനം, കുഞ്ചൻ നമ്പ്യാരുടെ കലക്കത്ത് ഭവനം, കിള്ളിക്കുറിശിമംഗലം, ലക്കിടി. ഇത് പടിപ്പുരയാണ്. പടിപ്പുര കടന്ന് നമ്മൾ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി ഇത് പത്തായാണ്. ഇവിടുത്തെ പണ്ട് ഉപയോഗിച്ചിരുന്ന പത്തായാണിത്. അന്ന് കൃഷി കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നീട് വന്നതാണ് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം. ഇതാണ് പ്രശസ്തനായ നമ്മുടെ ഓട്ടംതുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച വീട്, കലക്കത്ത് ഭവനം. കലക്കത്ത് ഭവനത്തിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് അതിപുരാതനമായ വീടാണ്, 400 വർഷത്തെ പഴക്കമാണ്. വർഷത്തെ പഴക്കമാണ്. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന മിഴാവ്. ഇതാണ് മിഴാവ് ഗൈസ്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടൊരു സംഭവമാണ്. പക്ഷേ ഇതിൽ തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ തൊടുന്നില്ല, ഓക്കെ? ഇത് ഇവിടെ അവർ നോക്കി നടത്തുന്ന ഇവിടുത്തെ ഒരു ആളാണ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ചേച്ചി നമസ്കാരം. ഈ വീടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒന്ന് പറഞ്ഞു തരൂ. എത്ര വർഷത്തെ പഴക്കമുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? 400 കൊല്ലം പഴക്കമുള്ള അദ്ദേഹം ജനിച്ചു. ഓക്കെ. 15 വയസ്സ് വരെ ജീവിച്ച വീടാണിത്. 15 വയസ്സ് വരെ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീടാണിത്. അച്ഛൻ്റെ നാട് കോട്ടയം കിടങ്ങൂരാണ്. അത് ശരി. കിടങ്ങൂർ കല്ലമ്പേട്ടി ഇല്ലത്തെ ഒരു നമ്പൂതിരിയാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ. പിന്നെ ഈ വീടിൻ്റെ തറ മുതൽ മുകളിൽ നില വരിഷ്ടിയും കല്ലും സിമെൻറ്റൊന്നുമില്ല. ഓക്കെ. മണ്ണുകൊണ്ടുള്ള ഒരു മണ്ണിൻ്റെ പ്രത്യേക മിശ്രിതം കൊണ്ടാണ് ഇതിന് നിർമ്മാണം. മണ്ണ്, ഉളി, ശർക്കര, കഞ്ഞിവെള്ളം, ചുണ്ണാമ്പ്, കടുക്ക, പിന്നെ ചടച്ചി എന്ന് പറഞ്ഞൊരു മരം. അതിൻ്റെ തോലിങ്ങനെ പശുപശുള്ളതാണ്. അതിന് ചതച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളവും കഞ്ഞിവെള്ളവും കൂടി അതര മണ്ണ് നനയ്ക്കുക. അത് ശരി. ഇവിടുത്തെ പഴയ ആൾക്കാർ പറയുന്നു കേട്ടത്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് അല്ലേ? പിന്നെ ഇത് നമ്പേരെ കാലത്ത് ഓല മേഞ്ഞ മേൽക്കൂരി ചാണകം മെഴുകിയ തറയായിരുന്നു. അത് ശരി. പിന്നീട് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഓടൊക്കെ വന്നപ്പോൾ ഓടാക്കിയത്. 1976 വരെ അവരെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഈ വീട്ടിലെ താമസം ഉണ്ടായിരുന്നു? 76-ലാണ് സർക്കാരിലേക്ക് ഇവർ കൊടുത്തത്. സർക്കാരിലേക്ക് കൊടുത്തത് അല്ലേ? സർക്കാർ ഏറ്റെടുത്തതിന് ശേഷമാണ് കറണ്ട് എടുത്തതും. അത് ശരി. നേരം പോക്കറ്റ് ഇട്ടിട്ട് അത് ശരി ഇട്ടത്. ഓഹോ. പിന്നെ നമ്പ്യാർ ഉപയോഗിച്ച മിഴാവ് അമ്പലപ്പുഴ അമ്പലത്തിലിരിക്കുന്ന മിഴാവാണ്. ഇത് നമുക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മിഴാവിന്റെ മോഡൽ മേടിച്ചതാണ്. ഓ അത് ശരി. മിഴാവിന്റെ മോഡലാണിത് അല്ലേ? അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവ് എന്ന് പറഞ്ഞ് ശരിക്കും അമ്പലപ്പുഴ അമ്പലത്തിലിരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ 400 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ഈ ചുമര് എന്ന് പറയുന്നത് സിമെൻറ്റോ മണലോ കല്ലോ ഒന്നുമില്ല, വെറും ചുണ്ണാമ്പ്, പിന്നെ ഉമി, അങ്ങനെ കുറച്ച് മിശ്രിതങ്ങൾ, ഏതോ ഒരു മരത്തിൻ്റെ തോലിൻ്റെ ഒരു പശപ്പ്, വളരെ 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 സയൻറ്റിഫിക്കലായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു വീടെന്ന് പറഞ്ഞാൽ അന്നത്തെ എൻജിനീയറിങ് വൈദഗ്ധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. 400 വർഷത്തിലേറെയായി ഇതിന്നും അതേപോലെ നിലനിൽക്കുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഏത് വീടാണ് നമ്മളിന്ന് ഈ കാലഘട്ടത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ വീടെല്ലാം വിള്ളൽ തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ എടുത്തു പറയുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ചെറിയൊരു സറൗണ്ടിങ് വ്യൂ നടത്താം. ചേച്ചി, അദ്ദേഹം ജനിച്ചു എന്ന് പറയപ്പെടുന്ന റൂം ഒന്ന് കാണിച്ചു തരൂ. ഏത് ഇതാണോ ഗൈസ്? ഇതാണ് സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാരുടെ ജനിച്ച അകം.
വളരെ വളരെ അധികം എന്താ പറയുന്നത്, സന്തോഷത്തോടെയും വളരെ അത്ഭുതത്തോടെയും എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ഞാൻ ഈ റൂമിൽ കയറിയത് കേട്ടോ. ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ നമുക്ക് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രത്യേക വൈബായിരുന്നു. കാരണം ഇത്രയും വർഷം പഴക്കമുള്ള ഇത്രയും മഹാനായിട്ടുള്ള ഒരു കലാകാരൻ കേരളത്തിൻ്റെ ജനിച്ച വീട് എന്ന് പറയുമ്പോൾ ഇതാണ് ശ്രീ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച വീടിലെ ഈ റൂമിലായിരുന്നു അദ്ദേഹം. ഈ കുഞ്ഞിരാമൻ നായർ 77 ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഇവിടെ നിന്നപ്പോൾ തോന്നിയ 4 വരി കവിതയാണത്. ഓ അത് ശരി, അദ്ദേഹം എഴുതി കോറിയ കവിതകളാണ് ഇത് അല്ലേ? ഓക്കെ 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 ഓക്കെ. ഈ കുഞ്ഞിരാമൻ നായർ കേട്ടോ. ഓ അത് ശരി, ഈ കുഞ്ഞിരാമൻ നായർ. ഓക്കെ, അദ്ദേഹം വേറൊരു കവിയായിരുന്നു. ഓ അത് ശരി. ഇവിടെ എല്ലാം തട്ടാണ് കണ്ടോ, തട്ടാണ് മൊത്തം. അന്നത്തെ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്യുവർ ക്വാളിറ്റി മരങ്ങളായ കാരണമാണ് ഇത്രയും കാലഘട്ടമായിട്ട് നിലനിൽക്കുന്നത്. ഇന്നൊന്നും അങ്ങനെയുള്ളൊരു മരങ്ങൾ കിട്ടാനില്ല. ഇതെല്ലാം ഓരോ റൂമുകളാണ്. ഇത് പത്തായം, മച്ച് എന്ന് പറയും സുഹൃത്തുക്കളെ. ഇത് നിലവറ. ഇവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് പണ്ടത്തെ പത്തായം എന്ന് പറയും. ഈ കൃഷി കാര്യങ്ങൾക്കെല്ലാം നെല്ലെല്ലാം സംഭരിക്കാൻ വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഒരു വിളക്കാണ്. ഭഗവതിയാണ്, അയ്യപ്പനാണ്. കാരണം ഇവിടെ നമ്പ്യാരുടെ പരദേവതയാണല്ലേ? ഓക്കെ ഓക്കെ. ഭഗവതി അയ്യപ്പനാണ്. ഓക്കെ. നമ്പ്യാർ കുടുംബത്തിലത്തെ ഒരു ഫാമിലി തന്നെയാണ്. ഓക്കെ. ഇവിടെ വന്നിട്ട് കിടാവിളക്കായിട്ട് ഡെയിലി രാവിലെ വൈകുന്നേരം വന്നിട്ട് കിടാവിളക്കായിട്ട് നോക്കി നടത്തുകയാണ് അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് അന്നത്തെ അവരുടെ ആരാധിച്ചിരുന്ന മൂർത്തികളാണ്, ഭഗവതി അയ്യപ്പനാണ്. പക്ഷേ ഇന്നും അവരുടെ പിൻതലമുറക്കാർ ഇവിടെ വന്ന് ഇതിൽ പൂജ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ട്. അപ്പോൾ അത്രയും ട്രഡീഷണലായിട്ട് ഇപ്പോഴും അത് അവരുടെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവർ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റൂം 3 റൂമുണ്ട്. സാധാ ഒരു റൂമാണ്. താഴത്ത് പണ്ടത്തെ ഓവ് എന്ന് പറഞ്ഞ സംഭവമാണിത്. ഇത് അടച്ചിരിക്കുന്നു ഇപ്പോൾ ഓവ്. പണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് രാത്രി കാലങ്ങളിലൊക്കെ അന്നൊന്നും ബാത്റൂം ഇല്ലല്ലോ. കിണ്ടിക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ഈ ഓവിലൂടെ മൂത്രമൊഴിക്കും അന്നത്തെ കാലഘട്ടത്തിൽ. അത് ശരി. ഓക്കെ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോവാം. എവിടെ ചേച്ചി ഒന്ന് വിളിക്കുമോ? കിണറുണ്ടല്ലേ? അവരവിടെ ഉണ്ടോ? ചേച്ചി ഉണ്ടോ? ഒന്ന് വിളിച്ചേ. നമുക്ക് ഇവിടുത്തെ അവരെ വിളിച്ച് ചോദിച്ചാൽ തന്നെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുള്ളൂ. ഇത് വഴി പോവാം. ഇത് വഴി പോയി കഴിഞ്ഞാൽ അടുക്കളയും കാണാമല്ലോ. ഇത് ഒരു ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് അല്ലേ? ഊൺതളം. ഇവിടെയാണ് ആ കുടുംബം ഭക്ഷണം കഴിച്ചിരുന്നത് അല്ലേ? ഇതൊക്കെ ഒരുപാട് ചെതലൊരുപാട് പിടിച്ചു പോയി. ഇത് അടുക്കള. ഓ, അന്നത്തെ റാക്ക്, ഷെൽഫ്. ഇതാണ് അടുക്കള. അന്നത്തെ വിറകടുപ്പ് എല്ലാവരും കണ്ടു കാണും. ഇതാണ് കുഞ്ചൻ നമ്പ്യാരുടെ വിറക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇതിലങ്ങനെ നീളത്തിൽ വയ്ക്കും അല്ലേ? ഇതാണ് കലക്കത്ത് ഭവനത്തിലെ കുഞ്ചൻ നമ്പ്യാരുടെ അടുക്കള കിണർ. കൊട്ടത്തളം എന്ന് പറയും. ഇതാണ് കൊട്ടത്തളം, അടുക്കള കിണർ. നമുക്കിവിടെ കിണറൊന്ന് കാണാം. ഇതാണ് പണ്ടത്തെ ട്രഡീഷണൽ അടുക്കള. അകത്തുനിന്ന് വെള്ളം കോരുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആക്കി, റിങ്ങൊക്കെ ഇറക്കി. മോനെ അത് തുറല്ലേ കേട്ടോ. ഇതാണ് സുഹൃത്തുക്കളെ. അതെ, ഇത് നെല്ലൂത്തുവര. ഇതാണ് നെല്ലൂത്തുവര. അന്ന് കൃഷി കാര്യങ്ങൾ ഒരുപാട് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന നെല്ലെല്ലാം കൊണ്ടുവന്ന് കുത്തി ഇവിടുന്നാണ് പതിര് വേർതിരിച്ചെടുത്തിരുന്നത്. അതാണ് നെല്ലുകുത്തുവര. ഓക്കെ. അതെ, അന്ന് മില്ലൊന്നും ഇല്ലല്ലോ. അത് ശരിയാണ്. അതെ. ഇത് എൻ്റെ ജ്യേഷ്ഠനാണ്, വിനിച്ചേട്ടൻ എന്ന് പറയും. കൊല്ലത്താണ് വീട്. പുള്ളി പാലക്കാട് കാണാൻ വന്നതാണ്. പാലക്കാട് കാണാൻ വന്നപ്പോൾ ഞങ്ങൾ ഒന്ന് പോകുന്നതാണ് ഇവിടെ. മുകളിലെ നിലയിലോട്ട് പോവാം അല്ലേ? ഇത് എത്ര ചേച്ചി ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്?
തുറക്കുന്നത്? ഇത് രാവിലെ 9 മുതൽ രാവിലെ 9 മണി മുതൽ 4 മണി വരെ. 4 മണി വരെ. കാരണം ഇനിയിപ്പോൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ടൈമിംഗ് ഒന്നും അറിയാലോ. 9 മണി മുതൽ 4 മണി വരെ എല്ലാ ദിവസങ്ങളിലും ഉണ്ട് അല്ലേ? ഞായറാഴ്ച ഉണ്ട്. ഓക്കെ. ഈ മോളിൽ ഇതുപോലെ 3 റൂമുണ്ട്. അതൊക്കെ അവരുടെ ബെഡ്റൂമുകളായിരുന്നു. അത് ശരി. ഇപ്പൊ അതിലുള്ളത് ഓട്ടൻ പായൻ ശ്രീലങ്കൻ തുള്ളലുകളുടെ വേഷമിട്ട ശില്പങ്ങളാണുള്ളത്. ഓ ശരി. മുകളിലേക്ക് കയറാമല്ലോ അല്ലേ? സുഹൃത്തുക്കളെ, വളരെ വളരെ എന്താ പറയുന്നത്, അത്രയും ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് നമ്മളിതിൽ കയറുന്നത്. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹമാണ് ഓട്ടംതുള്ളൽ കണ്ടുപിടിച്ചത്. ചേച്ചി വരുന്നുണ്ടോ കൂടെ? ചേച്ചി, ഇത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു മൂർത്തി മാത്രമല്ലേ ഇത്? 3 തരമാണല്ലോ തുള്ളൽ. അതെ. ഓട്ടംതുള്ളൽ, പറയൻ തുള്ളൽ, ശ്രീലങ്കൻ തുള്ളൽ. അതെ. ഇത് ഓട്ടംതുള്ളലിന്റെ വേഷമാണ്. ഓ, ഒരു വേഷമാണ് അല്ലേ? വേഷത്തിൻ്റെ ഒരു ഡെമോ ആണത്. ആ തുള്ളൽ കിട്ടുന്ന പോലെ എടുത്തോളൂ. ഓക്കെ 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 ഓക്കെ. അടുത്തത് പറയൻ തുള്ളൽ. പറയൻ തുള്ളൽ. ഓ, പറയൻ തുള്ളൽ. ഓക്കെ. പറയൻ തുള്ളൽ, അതിൻ്റെ ഒരു ഡെമോ ആണത്. ഈ ടൈപ്പാണ് ഇതിൻ്റെ വേഷവിധാനങ്ങളും വരുന്നത്. അതിൻ്റെ സ്റ്റെപ്പൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഡെമോ വെച്ചെന്ന് മാത്രമേ ഓരോ റൂമുകളിൽ, മുകളത്തെ 3 റൂമുകളിൽ 3 തരത്തിലുള്ള തുള്ളൽ. മറ്റത് ശീതങ്കൻ തുള്ളൽ. ഇതിൻ്റെ പേരാണ് ശീതങ്കൻ തുള്ളൽ. ശീതങ്കൻ തുള്ളൽ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളെ കേൾക്കുന്നത്. ശീതങ്കൻ തുള്ളൽ. അപ്പോൾ അങ്ങനെ 3 തരം തുള്ളലാണുള്ളത്. അതാണ് കാണിക്കുന്നത്. തട്ടാണ് മൊത്തം, ഇപ്പോഴും കേട് വന്നിട്ടില്ല എന്നുള്ള അത്ഭുതമാണ് സുഹൃത്തുക്കളെ അവിടെ കാണുന്നത്. അന്ന് ഇത് പനയാണെന്ന് സംശയമുണ്ട്. പനയാണ്, അന്നത്തെ ഒറിജിനൽ പന തെങ്ങ്. അതെ അതെ അതെ. ഇത് തട്ടുംപുറം അല്ലേ? നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്ന തട്ടുംപുറമായിരിക്കും അത്. നെല്ല് ഉണക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന തട്ടുംപുറാണ്. വേണ്ട മോനെ, അതൊക്കെ എല്ലാം അടച്ചിട്ടിരിക്കില്ല, വവ്വാലൊക്കെ കാണും. അന്നത്തെ കോണി ഇന്നും നിൽക്കുന്നു, നശിക്കാതെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 400 വർഷത്തിൽ. അതാണ് അത്ഭുതം സുഹൃത്തുക്കളെ. ഇങ്ങനെ ഒരുപാട് പഴയ മനകളും വില്ലകളും ഉള്ളൊരു സ്ഥലമാണ് പാലക്കാട്. പാലക്കാടിൽ തന്നെ ഒരു പ്രശസ്തമായിട്ടുള്ള എന്താ പറയുന്നത് കലാസൃഷ്ടി, എന്താ പറയുന്നത്, അന്നത്തെ വാസ്തുവിദ്യ, അന്നത്തെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ഒരു സൃഷ്ടിയാണെന്ന് ഈ വീടിന് ഒരു ഉദാഹരണമാണ് ഈ വീട്. ശ്രീ കലക്കത്ത് ഭവനം. ഞാനതിൻ്റെ ഫ്രണ്ട് സൈഡൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് വരാന്ത. പുറത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. എൻ്റെ ചാനലിൻ്റെ പേര് എക്സ് ആർമി മല്ലു വാരിയർ. ഇതാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മവീട്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, എല്ലാവർക്കും താങ്ക് യു. വലിയൊരു ലെങ്തി വീഡിയോ ആയിരുന്നു, കാരണം നിവൃത്തിയില്ല. ഇത് ഇത്രയും പറഞ്ഞു തീർക്കണമെങ്കിൽ ഇത്രയും അറ്റ്ലീസ്റ്റ് ഇത്രയും ലെങ്തെങ്കിലും വേണം. ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു വെരി മച്ച്.